അജോ, ഞാൻ നാളെ പറഞ്ഞ സാധനം കിട്ടിയടാ. ആ ദീപുനെയും കൂട്ടി ഇമ്പളെ വയലേക്ക് വാ, ഇമ്പക്ക് തകർക്കടാ. ഞാനേ ഓനെ വാച്ചിട്ടുണ്ടിരിക്കുക. വേണ്ട വേണ്ട വേണ്ട, ഒരാളല്ലേ ഉള്ളൂ, അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. നിങ്ങളെ വണ്ടി എടുത്ത് കഴിഞ്ഞ് വയലിൻ്റെ അടുത്ത് കത്തിക്കോളി. അടിക്കരുത് അടിക്കരുത്, ഞാൻ അടിക്കും. കുപ്പി തായടാ, കുപ്പി തായടെ. ഞാൻ പോലീസാ, ഒന്ന് ഒതുങ്ങിക്കോ, ഒതുങ്ങിക്കോ. വേണ്ട വേണ്ട, അടുത്തേക്ക് വരരുതേ. ഹലോ, ആളെ ഞാൻ ഒതുക്കിക്കണേ, എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളെ വണ്ടി എടുത്തേക്കാനേ വയൽവക്കത്തേക്ക് വരി. സാധനം ഇടറാ, സാധനം ഇടറാ, എടുക്ക് എടുക്ക്, സാധനം എടുക്ക്. മരുന്നില്ലേ? വെള്ളം കൂടി. ഇനി പറ, എവിടെ നിന്നാണ് എനിക്ക് സാധനം കിട്ടുന്നത്? ആരാണ് എത്തിച്ചു തരുന്നത്? നല്ലപോലെ സഹകരിക്കുകയാണെങ്കിൽ എന്നെ വെറുതെ വിടാനുള്ള കാര്യം ഞാൻ ചെയ്യാം. പക്ഷെ അതല്ല, എതിർക്കാനാണ് ഭാവമെങ്കിൽ പോലീസ് മുറ ഉപയോഗിക്കും. മനസ്സിലായില്ലേ? പറ. അത് കുട്ടൻ്റെ ഫ്രണ്ടാണ് എനിക്ക് കൊണ്ടുതരാറ്. ഞങ്ങൾക്ക് അവൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും അറിയില്ല. ഓല് കൊണ്ടുതരണോ ഞങ്ങൾ യൂസ് ചെയ്യുന്നു, അതല്ലാണ്ട് വേറൊരു ഒന്നും ഞങ്ങൾക്കറിയില്ല. ഇതിപ്പോ ഇന്നെൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ സാധനം. ഇതൊക്കെ എത്ര രൂപയ്ക്കാണ് നീ വാങ്ങുന്നത്? ഇതിനുള്ള പൈസ എനിക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? പൈസ അപ്പൊ ഈ എടേന് ഇത്രയും നേരോ? നമുക്ക് ചായ ഒന്നും വേണ്ടേ? ഈ എന്ത് തണ്ടാണ് ചെയ്യണേ? ഈ എന്താ പോക്കറ്റിലെടുത്തിട്ട്? ഞാനേ തൊഴിലുറപ്പിന് പോയി കൊണ്ടുവച്ച പൈസ അച്ഛന് മരുന്ന് വാങ്ങാൻ. എന്താ 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 പ്രശ്നം? എന്താടാ മോനെ അമ്മേനെ കാണിച്ചേ? മോനെ ആ പൈസ കൊണ്ടുപോവല്ലേ മോനെ, അച്ഛന് മരുന്ന് വാങ്ങാനുള്ള പൈസ. ഈ അതും കൊണ്ട് പോവല്ലേ? പൈസ കൊണ്ടാ. എനിക്ക് ആവശ്യം എന്താ പൈസ? ഞാൻ തരില്ല, ഞാൻ തരില്ല. ഇത് കൊണ്ടപ്പോ എന്താ നിങ്ങള് രണ്ടാളും തമ്മിലുള്ള പ്രശ്നം? എന്താണ് ദിവ്യ പ്രശ്നം? മോനെ അപ്പു മോനെ വാതിലൂർക്ക് നോക്കിയെന്നെ, ഞാൻ തൊഴിലുറപ്പിന് പോയി കൊണ്ടുവച്ച 3000 ഉറുപ്പ്യ. നാളെ മരുന്നിന് പോകാനുള്ള പൈസ നമുക്ക് അതും കൊണ്ടിട്ട് അവൻ പോണേ. ഇവൻ എന്തിന് ഇത്രയൊക്കെ പൈസ? ഇടക്കിടക്ക് പൈസ ഇങ്ങനെ വാങ്ങിക്കൊണ്ടോ ഇപ്പൊ പറയാണ്ട് എടുത്തുണ്ടാവാൻ തുടങ്ങി. അപ്പോ ആണ് പെണ്ണുമായിട്ട് ഈ മാത്രല്ലേ ഞങ്ങൾക്കുള്ളൂ? ഒന്നേ ഉള്ളൂ വിചാരിച്ച് എനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടല്ലേ ഞങ്ങൾ വളർത്തിയ തന്നെ. ഇപ്പൊ അച്ഛന് കാല് പൊട്ടിയിട്ട് ഒരു റെസ്റ്റ് ആയിട്ടല്ലേ അമ്മ അധ്വാനിച്ച് കൊണ്ടുവരുന്ന പൈസ കൊണ്ടാണെങ്കിലും അനക്ക് ഇതുവരെ ഇവിടെ ഒരു കുറവും വരുത്തിയില്ലല്ലോ. അനക്ക് എന്തിനാ അത്രയധികം പൈസ? ഈ വാ മോനെ ഇരിക്കി ചോദിക്കട്ടെ. എന്റെ ആവശ്യങ്ങൾക്കും കാര്യത്തിന് എനിക്ക് പൈസ വേണ്ടേ? നിങ്ങൾ ഈ ദാരിദ്ര്യം പറിച്ചിൽ ഒരു കാലത്തും തീരൂല. മോനെ അച്ഛന്റെ മൂത്തേക്ക് അങ്ങനൊന്നും പറയല്ലടാ. അനക്ക് വേണ്ടിയല്ലടാ ഞങ്ങൾ ജീവിക്കണത്. അച്ഛൻ റെഡി ആയി കഴിഞ്ഞാ മോന് എന്ത് വേണേം ചെയ്തു തരൂലേ? മോൻ അച്ഛൻ പറയണ കേക്ക്. ആ ഡോർ തുറന്ന് വാ, ഇങ്ങോട്ട് ഇരിക്കി. മോനെ അപ്പു, അമ്മ പറയണ ഒന്ന് കേക്ക് മോനെ. ഒന്ന്
ഇത് തുറക്ക് മോനെ, വാതിലൊന്ന് തുറക്കടാ മോനെ. അമ്മന്റെ പൊന്നു മോനല്ലടാ, ഒന്ന് തുറക്ക് മോനെ. നിണ്ടി പോണ്ട രണ്ടെണ്ണും. ഇന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഈ നശിച്ച പുരയില് ഒരു കാലത്തും സൂര്യ ഉണ്ടാവില്ല. ആ നീ ഇപ്പം പറഞ്ഞത് ഓക്കെ, ഞാനത് വിശ്വസിക്കും. പക്ഷെ കുട്ടന്റെ കാര്യത്തിൽ നീ പറഞ്ഞതുണ്ടല്ലോ, അത് ഫൈക്കാണെന്ന് എനിക്കറിയാം. കുട്ടനിപ്പോ ഉള്ളിലുള്ളത് ഈ സാധനം അനക്ക് ഇന്ന് എവിടുന്ന് കിട്ടിയെന്ന് നീ പറഞ്ഞു തരികയാണെങ്കിൽ നിന്നെ റിലീസാക്കാനുള്ള കാര്യം ഞാൻ ചെയ്യും. നിനക്ക് ഈ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള താല്പര്യം ഉണ്ടോ, അതോ മയക്കുമരുന്ന് അടിച്ചിട്ട് ക്രിമിനലായിട്ട് ജീവിക്കാനാണോ താല്പര്യം? എന്താന്നുള്ളത് എനിക്കിപ്പോ തീരുമാനിക്കാം. പറഞ്ഞോളൂ. ഈ കാര്യം പോലീസിനോട് പറഞ്ഞാല് ഇന്നെ എൻ്റെ കുടുംബത്തിനെ പോലെ തീർത്ത് കളയും സാറേ. അവരുടെ പുറകില് കുറെ ആൾക്കാരുണ്ട് സാറേ. അതൊന്നും നീ കാര്യമാക്കണ്ട. നിന്റെ കുടുംബത്തിന്റെയും കാര്യം കേരള പോലീസ് നോക്കിക്കോളൂ. നീ കാര്യം പറ. ജോണിയേട്ടാ, എത്ര ഉണ്ടടാ? 3000 ഉണ്ട് ഏട്ടാ. എന്നാ എടുത്തോ, പൈസ എടുത്തോ. ജോണിയേട്ടാ, പല പ്രാവശ്യം പൈസ കൂട്ടുന്നതിനോണ്ട് എനിക്ക് ഒപ്പിക്കാൻ കഴിയണില്ല. ഇപ്പം 3000 തന്നെ ഞാൻ എങ്ങനെയൊക്കെയാണ് സംഘടിപ്പിച്ച്. എന്താടാ നിനക്ക് വേണ അടിച്ചാൽ മതിയടാ. നിന്നോട് ഞാൻ മുമ്പ് പറഞ്ഞില്ലേനോ 10 ചിക്കിലുണ്ടാക്കണം എൻ്റെ കൂടെ നിൽക്കാൻ. ഇപ്പം ഞാൻ നിനക്ക് തന്ന സാധനത്തിലെ ഇത്തിരി അധികം സാധനമുണ്ട്. അത് എൻ്റെ കാശുള്ള വീട്ടിലെ 4 സുഹൃത്തുക്കളെ വിളിച്ചിട്ടേ അവർക്ക് വല്ല ഡ്രിങ്കിലോ എന്തെങ്കിലും ആക്കി കൊടുക്ക്. പിന്നെ അവർ നമ്മളെ പിന്നാലെ വരും. എനിക്കെന്താ വേണ്ടത്? ബൈക്ക് വേണോ, പണം വേണോ, പൊന്ന് വേണോ? ഈ ലോകത്ത് എന്ത് വേണമെങ്കിലും ഞാൻ സാധ്യമാക്കി തരാം. നിൻ്റെ കൂടെ നിൽക്കുമോ? കുട്ടനെ പോലീസ് പിടിച്ചിട്ട് പോകാൻ അകത്തല്ലേ, അപ്പോൾ പേടിച്ചിട്ടാണ് ജോണിയേട്ടാ. എടാ നിങ്ങളൊക്കെ 18 തികയാത്ത പയ്യന്മാരുള്ള നിങ്ങളൊക്കെ പോലീസ് പിടിച്ചാൽ എന്താണ്? ഒന്നുകിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടും. ഇനി ഉള്ളിൽ പോയാൽ കുറച്ച് ദിവസം ഉള്ളിൽ കിടന്നാൽ പേടി മാറിടാ. ജോണിയേട്ടാ, എന്നാലും എന്തെന്നാലോടാ? എടാ അപ്പം കുട്ടൻ ഉള്ളിൽ കിടക്കുക. പക്ഷെ കുട്ടനെ പറ്റി ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഓൻ അറിയാത്തൊരാൾ കൊടുത്തെന്ന് മാത്രമേ പറയുള്ളൂ. അത്രയ്ക്കും ക്ലിയറാ. എടാ ഓന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഇനി നിന്നേട്ടൻ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ നീ എന്നെപ്പറ്റി എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ നിന്നെ നിൻ്റെ കുടുംബത്തെ ഞാൻ ഇല്ലാണ്ടായിരിക്കും. അതിനുള്ള ടീം എൻ്റെ പിറകിലുണ്ട്, കേട്ടടാ? ജോണിയേട്ടാ. അപ്പോ ഈ പേടിച്ചു പോയോ? എന്തടാ എടാ, ഞാൻ പറഞ്ഞ എന്താറോ, നിനക്കെന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നിൻ്റെ കൂടെ ഞാനും എൻ്റെ ടീമും ഉണ്ടാവും. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നീ ധൈര്യമായിട്ട് പോയിക്കോ. എന്നാ ശരി ജോണിയേട്ടാ. നിനക്ക് ഇതിന് രക്ഷപ്പെടണോ അല്ലെങ്കിൽ മയക്കുമരുന്ന് അടിച്ചൊരു ക്രിമിനലായിട്ട് ജീവിക്കാനാണ് നിന്റെ താല്പര്യം? സാറേ, ഞാൻ പെട്ടുപോയതാണ് സാറേ. എന്നെ രക്ഷിക്കണം. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ മാത്രമേ ഉള്ളൂ. മോനൊന്നുകൊണ്ടും പേടിക്കണ്ട. മോന്റെ കാര്യവും മോന്റെ വീട്ടുകാരുടെ കാര്യം കേരള പോലീസ് നോക്കിക്കോളൂ. സാറേ, 4:30-5 മണിയാകുമ്പോൾ ഞങ്ങൾ ഗ്രൗണ്ടിലെത്തും. അയാളെ ഫോൺ നമ്പറോ ഡീറ്റെയിൽസോ ഒന്നും ഞങ്ങളുടെ അടുത്ത് ഇല്ല. ആരോ എന്തോ വിളിച്ച് പറഞ്ഞിട്ടാണ് അയാൾ വരുന്നത്. അയാൾ ഞങ്ങൾ കണ്ട സാധനം തരും, എന്നിട്ട് അയാൾ തിരിച്ചു പോകും. മോനെ ഞങ്ങളോട് സഹകരിക്കുകയാണെങ്കിൽ അവരായിട്ടൊരു കണക്ഷൻ ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് മോനെ നാളെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയിരുന്നു ഒരു 5 മണിയാകുമ്പോൾ. അവരെ പിന്നെ ഞങ്ങൾ പൊക്കിക്കോളും. അതിനുശേഷം മോനെ ഞങ്ങളൊരു സ്ഥലത്ത് കൊണ്ടുപോയാക്കുന്നുണ്ട്. അവിടുന്ന് കുറച്ച് കാലം നിന്നിട്ട് ലഹരി മുക്തനായിട്ട് പുതിയൊരു ജീവിതം മോനെ തുടങ്ങാം. അമ്മേ, ഞാൻ വലുതാകുമ്പോൾ ആരാവണമെന്നാ അമ്മൻ്റെ ആഗ്രഹം? മോൻ നന്നായി പഠിച്ച് വലിയ ആളായി നല്ല ജോലിയൊക്കെ കിട്ടി ഒരു കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളും മക്കളൊക്കെ സന്തോഷത്തോടു കൂടി ജീവിക്കണേ കണ്ടാൽ മതി നമുക്ക്. കല്യാണക്കാടെ നിൽക്കട്ടെ,
എനിക്ക് ജോലി കിട്ടിയിട്ട് ഒരു കാർ എടുത്തിട്ട് ഈ ഇന്ത്യ മഹാരാജ്യം മൊത്തം ഞാൻ എൻ്റെ അമ്മനെ കൊണ്ട് ചുറ്റി കാണിക്കും. സന്തോഷമായില്ലേ നിങ്ങൾക്ക്?